നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ റോഡിൻ്റെ ലേ ഔട്ടാണ് ഈ കാണുന്നത്. അതായത് ഇത് കണ്ടോ, ഇപ്പം സെൻറ്ററിലൊരു സെപ്പറേഷൻ ഉണ്ട്. ഇതിലിപ്പം വീല് 2 സൈഡിൽ കൂടെ മാത്രമേ പോകുള്ളൂ. അപ്പോൾ കറക്റ്റ് ബസ് ഈ ഒരു പാത്തിൽ കൂടെ മാത്രമേ വരുള്ളൂ. ഒരു ബസ് വരുന്നുണ്ട് തോന്നുന്നു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ്ടേ നോക്കിക്കണോ. എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വേറെ ഓവർടേക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തോടെ തന്നെ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും അങ്ങനെ ബസ് വരും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഓവർടേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 പേർക്കും ടിക്കറ്റ് എടുത്തു. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് സ്ഥലത്തിൻ്റെ പേരാ ഫാരിങ്ടൺ. അവളാണ് ഇതെല്ലാം നോക്കിയെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചൈന ടൗൺ അല്ലേ? ചൈന ടൗൺ ആണ്. മീൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ഫുഡും കൂടെ കഴിക്കാനുണ്ട്. അതും മോസ്റ്റ്ലി ഹൈ കാർബ് തന്നെയാണ്. ഇപ്പോൾ അറൗണ്ട് 5 മണി ആകുന്നേ ഉള്ളൂ. 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് മുന്നേ പറ്റുമെങ്കിൽ 2 ഹൈ കാർബ് മീല്. ലാസ്റ്റത്തെ മീൽ അത്ര ഭയങ്കര ഹൈ ആയിരിക്കത്തില്ല, പക്ഷേ വെള്ളം കൂടി ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം തൊട്ടടുത്ത മീല് വരാൻ പോകുന്നൊരു മീല് എനിക്ക് ഹൈ ഒരെണ്ണം കൂടെ എടുക്കണം. ലാസ്റ്റത്തെ ഒരു മീല് കാർബ് ഹൈ ആയിരിക്കും, പക്ഷേ നമ്മൾ തൊട്ടടുത്ത് കഴിക്കാൻ പോകുന്നതിൽ എക്സ്ട്രീം ഹൈ ആയിരിക്കരുത്. കാരണം പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നാളെ എങ്ങനെ ബോഡി ഇരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ വെള്ളം കയറി എന്നാൽ കയറിയിട്ടില്ല, അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ രാവിലെ ഒരു 5:30-6 മണി ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാർബ് സോഴ്സ് കിട്ടുമോ, അത് കൂട്ടൊരു കാർബ് സോഴ്സ് എന്ത് കിട്ടുന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കാർബ് സോഴ്സും കഴിച്ച് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ബാക്കി പിന്നെ പമ്പ് ചെയ്യുമ്പം സെറ്റാകണം. എത്ര നേരം എടുത്തൊന്നും ഓർമ്മയില്ല. എറൗണ്ട് 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പം വണ്ടി കിട്ടിയേക്കുന്നത്. ഇവളുടെ ഒരു ഫ്രണ്ടിനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരിക്ക് ഇന്ന് ജോലിയായിട്ട് ഭയങ്കര തിരക്കായി പോയി. സോ നമ്മളത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഇവൾ നേരത്തെ ലണ്ടനിൽ പോയിട്ടില്ല, നമ്മളപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പ്ലാൻസിൽ ചേഞ്ച് ഉണ്ടായി. അതെ, വീണ്ടും ചേഞ്ചായി. നീ എങ്ങോട്ടാന്നാ പറഞ്ഞല്ലേ? എന്താ നമ്മുടെ പ്ലാൻ എന്താ? ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ബൊറോ മാർക്കറ്റ് ആണെങ്കിൽ ഊട്ടി. അതുകൊണ്ട് ഐ തോട്ട് ഓക്കെ വിൽ ഗോ ബാക്ക് ടു ലൈക്ക് ചൈന ടൗൺ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണതാണ് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ധൃതിയിൽ എന്താ പറയുക, ലെസ്റ്റർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോണേ. അപ്പോൾ ഇവള് കണ്ടുപിടിച്ച സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം എനിക്കിനി ടൈം കളയാൻ പറ്റത്തില്ല, എനിക്ക് കാർബ് ലോഡ് ചെയ്യാനുള്ള സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒത്തിരി എനിക്ക് ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. യെസ്, ഓൾമോസ്റ്റ് ലണ്ടനെ പറ്റി പറഞ്ഞാൽ ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്, ആൾക്കാരെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഞാനിത് കണ്ടിടത്തോളം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പണ്ട് ബാംഗ്ലൂരിൽ പോകണം, ഞാനൊരു ബാംഗ്ലൂരിൽ മറ്റേ ടൂറിന് പോയതല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കത് കണ്ടത് വെച്ച് ലൈക്ക് കുറേ ട്രാഫിക് ഉള്ളൊരു വലിയ സിറ്റി, കുറേ ഇവിടെ പറയുകയാണെങ്കിലും ഒത്തിരി വലിയ വലിയ ബിൽഡിംഗ് ഉള്ളൊരു വലിയ സിറ്റിയിലേക്ക് ഒത്തിരി ട്രാഫിക് ഉണ്ട്. അതല്ലാണ്ട് എനിക്ക് അങ്ങനെ സ്പെസിഫിക്കലി എനിക്ക് താല്പര്യമൊന്നും തോന്നാത്തൊരു സിറ്റിയാണത്. തടി ഇവിടെ റെസിപ്റ്റ് ആയിരുന്നു അപ്പം വന്ന്. ഈ സ്ഥലം എത്രത്തോളം തിരക്കുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലുള്ള പുറകിലോട്ട് ആൾക്കാർ നടന്നു പോകാൻ നോക്കിയാൽ മതി. മുന്നോട്ട് കാണിക്കാം. ഇത്രയും തിരക്കാണ് ഈ സ്ഥലത്ത്. ഇത് എല്ലാ ടൈമിലും ഇങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് ഇങ്ങനെ പീക്ക് ടൈം രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ ഓഫീസ് ടൈം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഈ ഒരു സിറ്റിയിൽ ഇത്രയും തിരക്കുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് മൈക്ക് ചെറുതായിട്ടൊരു പണി തന്നു.
എന്നുവെച്ചാൽ ഓണാകുന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇത് ഓണാകുന്നുണ്ട്, പക്ഷേ ഇതിലോട്ട് കണക്റ്റ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് ശരിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇവിടെ ചൈന ടൗണിലെത്തി. ചൈന ടൗണിൽ കുറച്ചും കൂടെ വീഡിയോസ് എടുക്കണം പുറത്തിറങ്ങുമ്പം. ഇപ്പം നമ്മൾ അകത്ത് കയറി എന്തൊക്കെ ഓർഡർ ചെയ്തു? Ask me question. എന്തൊക്കെ ഓർഡർ ചെയ്തു? Okay, so beef fried noodles. പിന്നെ yeah, and then we have ordered എന്തോ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. അതെനിക്ക് തോന്നുന്നു എല്ലാ സാധനം ഇടും, ചിക്കൻ ബീഫ് എല്ലാം ഇടും. ബട്ട് സീ ഫുഡ് ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, ബിക്കോസ് ഹി ഡസൻറ്റ് ഈറ്റ് പ്രോൺസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. വല്ല വയറ്റിന് എന്തെങ്കിലും പറ്റിയ ദെൻ ഗോൺ. ദെൻ നെക്സ്റ്റ് ഇസ് എന്തോ ചില്ലി ബീഫ് ഫ്രൈയോ അങ്ങനെ എന്തോ ഒരു റോസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് ദിസ് സാറ്റേ ചിക്കൻ സ്റ്റിക്സ് വിത്ത് പീനട്ട് സോസ്. ബേസിക്കലി ഇത് ഫുള്ളി ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടിയുണ്ട്. ഫുഡ് ഇത്രയും വന്നെങ്കിലും ഞാനിത് ഫുള്ളും കഴിക്കുന്നൊന്നുമില്ല. ഇതിൽ മെജോറിറ്റിലി എനിക്ക് എൻ്റെ കാർബ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളാണ് മാക്സിമം ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രയോറിറ്റൈസേഷൻ കൂടുതലും വെള്ളമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ചൈന ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം പറയുകയാണെന്നുണ്ട് എല്ലാ ഷോപ്പുകളും ചൈനീസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചതും ചൈനീസ് ഫുഡ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ആവശ്യം ഉള്ള മാക്സിമം ഒരു കാർബ് ഫില്ലാകുന്ന രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല, ടൂ മച്ചാണ്. അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ മീൽസ് എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് വെള്ളം കൂടിയാണ്. തിരിച്ച് ഞാൻ വീട്ടിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്റർ വെള്ളം മേടിക്കണം. ആ 1 ലിറ്റർ വെള്ളത്തിൽ ഓൾമോസ്റ്റ് 1/2 ലിറ്റർ ഈ ഒരു മണിക്കൂറിനുള്ളിലും ബാക്കി ഒരു 1/2 ലിറ്റർ പിന്നെയുള്ള 1 മണിക്കൂറിലും കുടിച്ചു തീർക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്നത്തേക്ക്. ഇനിയിപ്പോൾ ഉള്ളത് ഫുഡെന്നൊക്കെ പറയുന്നത് നാളത്തേക്കേ ഉള്ളൂ. ഇന്നിനി വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ പ്രാവാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. You can't compare this with Edinburgh. Edinburgh is different. London വേറെ ഇത് actually gives me Amsterdam vibe. Amsterdam Glasgow. അവൾ ചെറിയൊരു എമാൻഡംസ് ഭ്രാന്തിയാണ്. അപ്പോൾ അവൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിനി ഒത്തിരി നേരം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം നമ്മളിവിടെ കാണാനുള്ളതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരത്തെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. കാരണം എനിക്ക് നേരത്തെ കിടന്നുറങ്ങണം നാളത്തേക്ക് വേണ്ടി. ഇന്നലെയും ഇങ്ങനെ അധികം നേരം കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവളാണെങ്കിലും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ കഴുകാതൊക്കെ ഇറങ്ങിയ പോലൊരു വൈബിലാണ് നിൽക്കുന്നത്, കാനടിച്ച് കഴിഞ്ഞിട്ട്. മാത്രമല്ല എല്ലാവരും ഷൂ ഒക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമുള്ളതായിരിക്കും സോക്സ് പോലുള്ള എൻ്റെ ചെരുപ്പ് മാത്രം ഇട്ടുകൊണ്ടൊക്കെ കിടക്കുന്നത്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ജോഗറും ഇങ്ങനത്തെ ഒരു പാൻറ്റും ടീഷർട്ടും. കൊച്ചു കരയുന്നു. അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാൻ എളുപ്പമായതുകൊണ്ടാണ്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നാളെ നമ്മൾ പ്രോപ്പറായിട്ട് ലൈക്ക് ഇവൻ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ലണ്ടൻ കാണുന്ന രീതിയിൽ തിരിച്ചു വരണം. ലൈക്ക് പ്ലാൻഡ് ആയിട്ട് വരണം. ഇതിപ്പോൾ എനിക്ക് ടൈമില്ല. ലൈക്ക് എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് എല്ലാം എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നാളത്തേക്കുള്ള ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണം. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത സംഭവമാണ് മറ്റേ വിഷൻ ബോർഡ് വെക്കാൻ. സോ വി വിൽ സ്റ്റാർട്ട് സേവിങ് മണി ആൻഡ് ദെൻ ഗോയിങ് ഫോർ ട്രാവൽ. അതും നല്ല ലൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രാവൽ. ഇതിന് ഇപ്പോൾ ലണ്ടനിലോട്ട് വരുമ്പോൾ കുറേ സംഭവം ഉണ്ട് കാണാൻ. അത് ശരിക്കും ഒരു ദിവസത്തിലൊന്നും തീരത്തില്ല. ഒരു 2-3 days വി നീഡ് ടു സ്പെൻഡ് ജസ്റ്റ് ഫോർ ദിസ്. 4 പൗണ്ട് 100 ഗ്രാമിന്, എവരി 100 ഗ്രാമിന്. ആ എങ്ങോട്ടാ കൂടെയൊക്കെ ആയിട്ട്? എങ്ങനെ എടുക്കണ്ടായിരുന്നോ?
ബോക്സിലെടുക്കണോ ഇതിലെടുക്കണോ? ഓ മെഷർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് അവിടെ ആ കപ്പിലെടുക്കണമെന്ന് തോന്നുന്നു. അതോ കപ്പിനകത്ത് എടുക്കുന്നതിന് വേറെ പ്രൈസാണ്? അങ്ങനെയൊന്നുമില്ല, വാരി എടുക്കുമായിരിക്കും. എന്നിട്ട് ഫൈനലി വരുന്നത് മെഷർ ചെയ്യുമായിരിക്കും അവർ. അങ്ങോട്ട് വെച്ചേ. അതെത്ര ഗ്രാം ഉണ്ടോ അതിൽ ഓരോ 100 ഗ്രാമിനും 4 പൗണ്ട് വെച്ച്. And we are going back home.